ലിവിംഗ് റൂമിലിരുന്ന് അനുമോളോട് അല്പം സംസാരിക്കുകയാണ് ആദില. ഒപ്പം നൂറയുമുണ്ട്. ശൈത്യം നിന്നോട് മിണ്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ആദില ചോദിക്കുന്നത്. ശൈത്യം മിണ്ടിയില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ 18 പേരുണ്ട്. ഈ 18 പേരിൽ 17 പേരും അനുമോളോട് മിണ്ടിയില്ലെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ മൈൻഡ് സെറ്റ് മതി, അതാണ് നല്ലത് എന്ന് ആദില പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പോകും. ഇനിയിപ്പോൾ നിൽക്കാനുള്ളതാണെങ്കിൽ നിൽക്കും, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കവളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ. അപ്പോൾ അനുമോൾ തന്നെ പറയുകയാണ്, എനിക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ ആകുമ്പോഴൊക്കെ സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഇമോഷണൽ ആകുമ്പോൾ കവളിൽ ഇങ്ങനെ അടിക്കാറുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ ഓക്കെ ആവും. ചിലപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ഈ മുഖത്തിങ്ങനെ അടിക്കുന്നത്. സത്യത്തിൽ അനുമോൾക്ക് നല്ല വിഷമമുണ്ട്. എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നതിൽ നല്ല രീതിക്ക് അനുമോൾക്ക് വിഷമമുണ്ട്. ഒരാൾ സ്വയം ഒറ്റപ്പെടുന്നു എന്ന് പറയുന്നതും മറ്റുള്ളവർ കൂട്ടമായി ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തുന്നതും തമ്മിൽ 2 ഇമ്പാക്റ്റാണ് ഓഡിയൻസിനിടയിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ അനുമോൾ സ്വയം ഒറ്റപ്പെട്ടതല്ല, അനുമോളെ എല്ലാവരും ചേർന്ന് വളരെ എവിഡൻ്റ് ആയിട്ട് ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് ലൈവിലൂടെ കാണാം, നമുക്ക് എപ്പിസോഡിലൂടെയും കാണാൻ പറ്റും. ഇവരിത് ചെയ്യുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. മത്സരാർത്ഥികൾ ശരിക്കും അത് മനസ്സിലാക്കിയാണോ കളിക്കുന്നത്, അതോ ഒരു വാശിയുടെ പുറത്ത് ഇവരിങ്ങനെ ചെയ്യുന്നതാണോ, വരും വരായികൾ ആലോചിക്കാതെ എന്നാണ് ഇവിടെ ഡൗട്ടുള്ളത്. കാരണം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒറ്റപ്പെടുന്ന ആൾക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. അവരോട് ഒരു സഹതാപ തരംഗമൊക്കെ തോന്നും. പക്ഷേ ഇവിടെ അനുമോളുടെ ഭാഗത്ത് അനുമോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ വളരെയധികം ശരിയാണ് എന്ന് പല പ്രേക്ഷകരും സമ്മതിച്ചു തരികയാണ്. ഹൗസിലെ ഭൂരിഭാഗം ആളുകളും ജിസേലിൻ്റെ പിന്നാലെയാണ്. ജിസേൽ വളരെ നല്ലൊരു വ്യക്തിയാണ്, ജിസേൽ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ജിസേലിനെ പോലെ തന്നെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നതായതുകൊണ്ടായിരിക്കുമല്ലോ ഇവരെയും ബിഗ് ബോസ് സെലക്ട് ചെയ്തത്. ഇവർ സ്വയം താഴ്ത്തിക്കെട്ടി ജിസേലിനെ വലിയൊരു മത്സരാർത്ഥിയായിട്ട് അവരോധിക്കുമ്പോൾ അത് അവരുടെ ഗെയിമിൽ അവർ അടിയറവ് പറയുന്നത് പോലെയല്ലേ തോന്നുക പ്രേക്ഷകന്. ജിസേൽ അവരെക്കാൾ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്ന് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കൊടുക്കുന്നത് പോലെയാണ് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുക. ഒറ്റ കാരണത്തിലാണ് ഇവിടെ അനുമോള് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാകുന്നതും സ്വന്തമായിട്ട് നിലപാട് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നതും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.